പണത്തിന്മേൽ കിടന്നുരുണ്ടു. ഒടുവിൽ ദരിദ്രനായി മടങ്ങി. ചിലരുടെ വിധിയാണത്. കിട്ടുമ്പോൾ പണമൊക്കെ ദൂർത്തടിക്കും, മരിക്കുമ്പോൾ ഒന്നും കാണില്ല. എന്നാൽ പിശുക്കനായ ഒരാൾ മരിക്കുമ്പോൾ ഒന്നുമില്ലാതായി പോയ ഒരു ചരിത്രമുണ്ട് മലയാള സിനിമയിൽ. മലയാള സിനിമയിലെ എക്കാലത്തെയും പിശുക്കനായ അടൂർ ഭാസിയുടെ കഥയാണ് പറയുന്നത്. മലയാള സിനിമയിലെ ഹാസ്യത്തെ പുതിയ ദിശയിലേക്ക് തിരിച്ചുവിട്ട നടൻ, അതാണ് ഭാസ്കരൻ നായർ എന്ന അടൂർ ഭാസി. അടൂർ ഭാസിയുടെ പിതാവ് EV കൃഷ്ണപിള്ള, മാതാവ് മഹേശ്വരി അമ്മ. തിരുവനന്തപുരം മഴുതക്കാടുള്ള റോസ്കോട്ട് ബംഗ്ലാവിൽ ജനിച്ചു. അടൂർ ഭാസി ഔദ്യോഗിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ആകാശവാണിയിലൂടെ. പിന്നീട് TN ഗോപിനാഥൻ നായർ, രവി വള്ളത്തോളിൻ്റെ പിതാവ്, നടൻ രവി വള്ളത്തോളിൻ്റെ പിതാവ് TN ഗോപിനാഥൻ നായർ എഡിറ്ററായ സഖി വാരികയിൽ സബ് എഡിറ്ററായി. പിന്നീട് അമേച്ചർ നാടകങ്ങളിൽ അഭിനയിച്ചു. PK വിക്രമൻ നായർ, ജഗതി NK ആചാരി എന്നിവരോടൊപ്പമൊക്കെ അമേച്ചർ നാടകങ്ങളിൽ അടൂർ ഭാസി അഭിനയിച്ചു. തിരമാല എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തി. എങ്കിലും ഭാസി ശ്രദ്ധിക്കപ്പെട്ടത് മുടിയനായ പുത്രൻ എന്ന ചിത്രത്തിലൂടെയാണ്. മുടിയനായ പുത്രൻ KPSCയുടെ നാടകമായിരുന്നു. അത് സിനിമയായപ്പോൾ പ്രേക്ഷകർ സഹർഷം സ്വീകരിച്ചു. പിന്നീട് അങ്ങോട്ട് ഭാസിയുടെ യുഗമായിരുന്നു. പ്രേംനസീർ ഭാസി ടീം വെള്ളിത്തിരയിൽ ചിരിയുടെ മാലപ്പടക്കങ്ങൾക്ക് തിരികൊളുത്തി. ലങ്കാദഹനം, ഭൂമിദേവി പുഷ്പിണിയായി, റസ്റ്റ് ഹൗസ്, മറനാട്ടിൽ ഒരു മലയാളി, മറവിൽ തിരിവ് സൂക്ഷിക്കുക എന്നിങ്ങനെയുള്ള നിരവധി ചിത്രങ്ങളിൽ നസീറും ഭാസിയും ഒരുമിച്ച് അഭിനയിച്ചു. നസീർ നായകനായ പ്രസാദത്തിൽ ആക്ഷൻ ഹീറോയായും ഭാസി എത്തി. കുറ്റവാളി, കരിമ്പന, ഇതാ ഒരു മനുഷ്യൻ, ശിഖരങ്ങൾ എന്നീ ചിത്രങ്ങളിൽ വില്ലനായി നിറഞ്ഞാടി ഭാസി. ചട്ടക്കാരി, ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ എന്നീ ചിത്രങ്ങളിൽ ക്യാരക്ടർ നടനായി വിലസി ഭാസി. ചട്ടക്കാരിയിലൂടെയും ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങളിലൂടെയും ഭാസിക്ക് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു. ഏപ്രിൽ 18 ഭാസിയുടെ മറ്റൊരു ശ്രദ്ധേയമായ വേഷം. ഈ ചിത്രത്തിൽ മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡ് ഭാസിക്ക് ലഭിച്ചു. ഗുരുദക്ഷിണയാണ് ഭാസി നായകനായ മറ്റൊരു ചിത്രം. മമ്മൂട്ടി, മോഹൻലാലും രതീഷും ഒക്കെ അഭിനയിച്ച ഈ ചിത്രവും വലിയ ഹിറ്റായി. ഭാസി ജീവിതത്തിൽ വളരെ ജീവിക്കാൻ മറന്നുപോയ മനുഷ്യനാണ്. പണം സമ്പാദിക്കാനുള്ള തിടുക്കത്തിനിടയിൽ ചിലർ ജീവിക്കാൻ മറന്നുപോകും. അതിലൊരാളാണ് ഭാസി. ഭാസി ജീവിക്കാൻ മറന്നുപോയി എന്ന് നിസ്സംശയം പറയാം. അദ്ദേഹം വിവാഹം കഴിച്ചില്ല, അവിവാഹിതനായിരുന്നു. പണം സമ്പാദിക്കുന്നതിൽ വല്ലാത്തൊരു ലഹരി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കബീർ പൊന്നമ്മ ഭാസിയെക്കുറിച്ച് പറഞ്ഞത്, പണത്തോടും ആഭരണത്തോടും വല്ലാത്ത ആസക്തിയുള്ള നടൻ എന്നാണ്. പണത്തിന്മേൽ കിടന്നുരുളുക ഭാസിയുടെ ശീലമായിരുന്നു അത്രേ. അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കൂട്ടുകയും ഭാസിയുടെ ശീലമായിരുന്നു. ഭാസി മദ്യപിക്കുമായിരുന്നു. പക്ഷേ വില കുറഞ്ഞ മദ്യമാണ് ഭാസി ഉപയോഗിച്ചിരുന്നത്. ജീവിതത്തിൽ പിശുക്കനായിരുന്നു, അറുപ്പിശുക്കനായിരുന്നു ഭാസി. ഭാസി പിന്നീട് വല്ലാത്തൊരു ദുരന്തത്തിലേക്ക് അകപ്പെട്ടു. മലയാള സിനിമ മാറിമറിഞ്ഞപ്പോൾ ഭാസിക്ക് വേഷങ്ങൾ കുറഞ്ഞു. ഭാസി ഇതിനകം തന്നെ മദ്രാസിൽ ഒരു വീടൊക്കെ വാങ്ങിയിരുന്നു. ഭാസിക്ക് ഡയബറ്റിസ് കലശലായിരുന്നു. അത് ശ്രദ്ധിക്കാതെ കൊണ്ടു നടന്നു അദ്ദേഹം. മദ്യപാനം ഒക്കെ ആയപ്പോൾ ഡയബറ്റിസ് അങ്ങ് കൂടി. ഡയബറ്റിസ് വൃക്കയെ ബാധിച്ചു. അദ്ദേഹം വൃക്ക രോഗിയായി മാറി.
അപ്പോഴാണ് അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരു കൂട്ട് വേണമെന്ന് അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരു കൂട്ട് വേണമെന്ന് തോന്നിയത്. പക്ഷേ വൈകിപ്പോയിരുന്നു. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അക്കാലത്ത് വളരെ വിലപിടിപ്പുള്ള, വളരെ പൈസ ചെലവുള്ള ശസ്ത്രക്രിയയാണ്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഭാസി വിധേയനായി. വലിയൊരു എമൗണ്ട് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നു. മദ്രാസിലെ വീട് ഒറ്റി കൊടുത്താണ് അന്ന് അദ്ദേഹം വൃക്കമാറ്റൽ ശസ്ത്രക്രിയ നടത്തിയത്. പക്ഷേ ആ ശസ്ത്രക്രിയ വിജയമായിരുന്നില്ല. അധികം വൈകാതെ 63-ാമത്തെ വയസ്സിൽ അടൂർ ഭാസി അന്തരിച്ചു. 1990 മാർച്ച് 29-നാണ് അടൂർ ഭാസി അന്തരിച്ചത്. അടൂർ ഭാസി ജീവിതത്തിൽ പണം സമ്പാദിച്ചു. എന്നാൽ ഒരു ഭാര്യ വേണമെന്നോ ദാമ്പത്യ ജീവിതം വേണമെന്നോ അതിൽ മക്കൾ ഉണ്ടാകണമെന്നോ ഒന്നും അദ്ദേഹം ആഗ്രഹിച്ചില്ല. അദ്ദേഹം മരിച്ച ശേഷം അദ്ദേഹത്തെക്കുറിച്ച് പല അപവാദങ്ങളും ഉണ്ടായി. KPS ലളിത അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചത് കേരളമെമ്പാടും കേട്ടു. ഭാസി തനി കാമഭ്രാന്തനായിരുന്നു എന്നായിരുന്നു KPS ലളിത പറഞ്ഞത്. KPS ലളിതയുടെ വീട്ടിൽ ഭാസി എത്തിയതും ബഹദൂർ ഭാസിയെ പിന്തിരിപ്പിച്ചതും, കാമാസക്തനായി ഭാസി എത്തിയതും ബഹദൂർ ഭാസിയെ പിന്തിരിപ്പിച്ചതും ഒക്കെ പച്ചയ്ക്ക് പറഞ്ഞു ഭാസിയുടെ മരണശേഷം KPS ലളിത. പക്ഷേ ഭാസി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ പറ്റി ആരും ഒന്നും പറയാൻ ധൈര്യപ്പെട്ടില്ല. അദ്ദേഹം തിളങ്ങി നിന്നപ്പോൾ അദ്ദേഹം വലിയൊരു നടൻ തന്നെ ആയിരുന്നു. മലയാള സിനിമയിലെ അവിഭാജ്യ ഘടകമായിരുന്നു. ജഗദീഷ് ശ്രീകുമാറും മാള അരവിന്ദനും BD രാജപ്പനുമൊക്കെ പുതിയ തലമുറയിലെ നായകന്മാരായി വന്നപ്പോഴാണ് ഭാസി ക്യാരക്ടർ റോളുകളിലേക്കും നെഗറ്റീവ് റോളുകളിലേക്കും ഒക്കെ മാറിയത്. തകില് കൊട്ടാമ്പുറം എന്ന ചിത്രത്തിൽ ഭാസിയുടെ നെഗറ്റീവ് റോളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു. ഏത് വേഷവും അഭിനയിക്കാൻ അസാധ്യമായ കഴിവുണ്ടായിരുന്നു ഭാസിക്ക്. അത് ഭാസിയുടെ മാത്രം പ്രത്യേകതയും ആയിരുന്നു. ഗുരുദക്ഷിണ എന്ന ചിത്രത്തിൽ ഭാസി അട്ടിമുട്ടി ഒരു സാത്വികനായ അധ്യാപകനായി നിറഞ്ഞു നിന്നു. ചട്ടക്കാരിയിൽ ആംഗ്ലോ ഇന്ത്യൻ പിതാവായി അഭിനയിച്ചു. മകൾ തെറ്റിലേക്ക് പോകുമ്പോൾ വിഷമിച്ചു നിൽക്കുന്ന പിതാവ്, അതിനെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഭാസിക്ക് കഴിയും. ഏപ്രിൽ 18 ക്രൂരനായ അമ്മായി അച്ഛനായി, ബാലേന്ദ്രമേനോന്റെ ക്രൂരനായ അമ്മാവനായി അഭിനയിച്ചു. അങ്ങനെ ഒരുപാട് വേഷങ്ങൾ ഭാസി ചെയ്തു. ആഭരണങ്ങളും ഭാസിയുടെ പണവും ഒക്കെ ആരൊക്കെയോ കൊണ്ടുപോയി. മരിക്കുമ്പോൾ ഭാസിക്ക് ഒന്നുമില്ലായിരുന്നു. സമ്പന്നതയുടെ മടിത്തട്ടിൽ ജീവിച്ച ഭാസി ഒന്നുമില്ലാതെ ഈ ലോകത്ത് നിന്ന് മടങ്ങി.